Example 3. Trajectory of a projectile. A projectile is launched from a ground level with an initial speed v0 equal to 768 feet per second at an angle of elevation theta is equal to 30 degree. Find question number A. The vector function and the parametric equations of the projectile's trajectory. Question number B. The maximum altitude attained. Question number C. The range of the projectile. And question number 4. The impact speed. ആദ്യം എന്താണ് പ്രൊജക്ടൈൽ മോഷൻ, അതിനെ കുറച്ച് തിയറി നോക്കാം. എല്ലാവരും ചെറുപ്പത്തിൽ സ്പോർട്സിൽ പങ്കെടുക്കുമ്പോൾ ജാവലിൻ ത്രോ നമ്മൾ എറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യാം? നമ്മൾ അതെങ്ങനെ എറിയുന്നു? ഇപ്പോൾ നമ്മളാണത് എറിയുന്നത്. ഇപ്പൊ നമുക്കൊരു ഹൈറ്റ് ഉണ്ട്, ആ ഹൈറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത് S0. ഇപ്പൊ നമ്മളൊരു ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ആ ഗ്രൗണ്ടിന് ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇതാണ് നമ്മൾ നിൽക്കുന്ന ആ ഹൈറ്റ്, അത് വൈ ആക്സിസിലാണല്ലോ നമ്മൾ നേരെ നിൽക്കുമ്പോൾ, അതിനാണ് S0 ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഇവിടെ നിന്ന് ഒരു നിശ്ചിതമായ ആംഗിളിൽ എറിയുന്നു. അപ്പൊ അതിന് മേലോട്ട് പോവും, ഒരു പരിധി കഴിയുമ്പോൾ താഴോട്ടേക്ക് ഇങ്ങനെ വന്നു ഗ്രൗണ്ടിലാണ് ചെന്ന് മുട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഗ്രൗണ്ടിൽ എക്സ് ആക്സിസ് പോയി മുട്ടുന്നത്. ഈ എറിഞ്ഞ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് എലിവേഷൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ എറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടല്ലോ, ആ ഇനീഷ്യൽ വെലോസിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് v0 is equal to this small v ആയിട്ട് റീഡ് ചെയ്യേണ്ടത് small v0 cos theta I plus small v0 sin theta j with an initial height s0 is equal to small s0 j. Then നമുക്കറിയാം acceleration due to gravity, അതാണ് g. The acceleration of the gravity in the vector form is a of t is equal to minus g j. അങ്ങനെയാണ് ഈ പ്രൊജക്റ്റിന്റെ മോഷനിൽ നമ്മൾ ആക്സലറേഷൻ എടുക്കുന്നത് മൈനസ് ജി ജെ. ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് ആക്സലറേഷൻ മൈനസ് ജി ജെ, സെക്കൻഡ് വൺ ഇനീഷ്യൽ വെലോസിറ്റി വി നോട്ട് കോസ് തീറ്റ ഐ പ്ലസ് സ്മോൾ വി നോട്ട് കോസ് തീറ്റ ഐ പ്ലസ് സ്മോൾ വി നോട്ട് സൈൻ തീറ്റ ജെ. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനില് തീറ്റ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ ഇനീഷ്യൽ വെലോസിറ്റി v0 is equal to ഇനീഷ്യൽ സ്പീഡ് v0 is equal to 768 എന്നും പറഞ്ഞിട്ടുണ്ട്. ആദ്യം കണ്ടുപിടിക്കുന്നത് ഈ ചെയ്ത മോഷന്റെ ഈ ഉണ്ടായ മോഷന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതിനായിട്ട് s0 is equal to take the initial height s0 is equal to 0. ഇനീഷ്യൽ ഹൈറ്റിനെ 0 ആയിട്ട് എടുക്കുക. And the initial velocity r dash of 0 is equal to v0. എന്താണ് ഫോർമുല? capital V0 is equal to small v0 cos theta I plus small v0 sin theta j. small v0 എന്ന് പറഞ്ഞാൽ 768 എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. cos theta 30 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. cos 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്, sin 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 384 √3i plus 384j എന്ന് കിട്ടും. നമ്മൾ തിയറി പാർട്ടിൽ പറഞ്ഞു ആക്സലറേഷൻ പറഞ്ഞാൽ മൈനസ് ജി ജെ ആണെന്ന്. ജി എന്ന് പറഞ്ഞാൽ 9.8 ആണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഈ മീറ്ററിനെ മാറ്റി ഫീറ്റിലോട്ട് എത്തിക്കണം, കാരണം തന്നിട്ടുള്ളത് ഫീറ്റിലാണ്, തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഫീറ്റിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 3.2808 ഫീറ്റ് ആണ്. 1 മീറ്റർ 3.28084 ഫീറ്റ് ആണ്. അപ്പോൾ ഇതിനെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ ഫീറ്റ് പെർ സെക്കൻഡ് സ്ക്വയർ ആക്കാനായിട്ട് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 0.9 minus 9.8 into 3.28084 that is equal to minus 32 feet per second square എന്ന് കിട്ടും. ദെൻ നമുക്ക് വേണ്ടത് എന്താ? ആർ ഓഫ് ടി ആണ്. ഇത് ആക്സലറേഷൻ ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഡെറിവേറ്റ് ചെയ്യാം. ആക്സലറേഷൻ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടും. ഇതിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 32 കോൺസ്റ്റന്റ് ആണ്. ജെ കൊണ്ട് നിൽക്കും. ഇന്റഗ്രൽ ഡി ടി, ഇന്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ ടി ആണ്. അപ്പോൾ വി ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ്
t എന്ന ടൈമിലുള്ള വെലോസിറ്റി ആണ്. വെലോസിറ്റി t എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് t എന്ന ടൈമിലുള്ള വെലോസിറ്റി. ഇതാണ് ഇതിൽ എടുക്കുന്നതാണ് ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഈ t എന്ന ടൈമിലുള്ള വെലോസിറ്റി ആകുമ്പോൾ -32. ഇതാണ് v of t. v of t is equal to 384 into root 3i plus ഇത് -32 plus 384j. ഈ സ്റ്റെപ്പ് നോക്കണം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് t എന്ന ടൈമിലുള്ള വെലോസിറ്റി. ദെൻ നമുക്ക് ആവശ്യം r of t ആണ്. ഈ v of t നെ r of t ഡെറിവേറ്റീവ് ആണ് v of t. അപ്പോൾ v of t നെ r of t ക്ക് എത്തിക്കണമെങ്കിൽ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റിംഗ് v of t is equal to ഓരോ ടൈമിലും ഇന്റഗ്രേറ്റ് ചെയ്യുക. r of t is equal to ഇത് കോൺസ്റ്റന്റ് ആണ്, പുറത്തു വന്നു. t യുടെ ഒരു dt ഉണ്ട്. dt ഇന്റഗ്രൽ t i ith component പ്ലസ് -32 into t യുടെ ഇന്റഗ്രൽ t square by 2 plus 384t j plus constant of integration c1 constant of integration c1. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് r of 0 എന്ന് പറഞ്ഞാൽ r of 0 എന്ന് പറഞ്ഞാൽ at t is equal to 0 തുടക്കത്തിലുള്ള വെക്ടറുകളുടെ ഫംഗ്ഷൻ. r of 0 എന്ന് പറയുന്നത് തുടക്കത്തിൽ 0 നിൽക്കുന്നത്, ഹൈറ്റ് വരുന്നില്ല, s0 ആണ്. s0 is equal to 0 ആയിട്ടാണ് തുടക്കത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പൊ r0 is equal to 0 എന്ന് പറഞ്ഞാൽ r0 is equal to 0, that is r0 എന്ന് പറയുന്നത് ഇതാണ്. t ഓടത്തൊക്കെ 0 എടുക്കുമ്പോൾ 384 into root 3 0 കിട്ടും. എല്ലാ ടേമും 0 കിട്ടും. that is c1 is equal to 0 കിട്ടും. so c1 is equal to 0. ഈ c1 ന്റെ വാല്യൂ ഇവിടെ കൊടുക്കണം. r of t is equal to 384 root 3ti plus -16t square plus 384t j. The parametric equation of the projectile trajectories are ഇതാണ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ഏതാ? x of t is equal to ഇത്, x of t is equal to ഇത്, y of t is equal to ഇത്, y of t is equal to ഇതാണ് ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എ കഴിഞ്ഞു. ഇനി ബി കണ്ടുപിടിക്കണം. ബി എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റ് ആണ്. മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഫൈൻഡ് t1 for which y dash of t1 is equal to 0. ഇത്രയേ ഉള്ളൂ പാരാമെട്രിക് ഇക്വേഷന്റെ y of t. ഇതാണ് y of t equal to -6t square plus 384t. അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. y dash of t, that is -32t plus 384. ആ y dash of t is equal to 0 കൊടുക്കുക. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുന്നത് പോലെ. so y dash of t is equal to 0 means -32t plus 384 is equal to 0, which plus t is equal to 2 s. ഇനി കിട്ടിയ 2 ന്റെ വാല്യൂ അവിടെ ഇട്ട് കൊടുക്കുക, y ഇട്ട് കൊടുക്കുക. that is maximum height attained by the projectile is y of 12. ഈ 12 ഇനി കിട്ടിയത് y dash of t is equal to 0 കൊടുക്കുമ്പോൾ കിട്ടിയ t ആണ് ഈ 12. ഇതാണ് തിയറി. find t1 for which y dash of t1 is equal to 0. and hence x is equal to y maximum, that is equal to y maximum എന്ന ഇങ്ങോട്ടേക്ക് പോകുന്നതിലെ ഏറ്റവും വലിയ ഹൈറ്റ്, മാക്സിമം ഹൈറ്റിനെയാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയാം. that is y of t1. ഇവിടെ t1 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയത്? 12 ആണ്. and second one, range ന്റെ തിയറി ഇതാണ്. for t1 greater than 0, t1 greater than 0 എന്ന് എടുത്ത് പറയണ കാരണം എന്താ? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ്. ഒരു ദൂരം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ പ്രോബ്ലത്തെ പറ്റിയിട്ട് മനസ്സിലാവും. for t1 greater than 0 for which y of t1 is equal to 0. അതായത് y of t1 equal to 0 ആണെന്ന് എടുക്കാം. that is y of t എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൽ t ക്ക് 0 കൊടുക്കുക. അപ്പോൾ അവിടെ തെറ്റിയിട്ടുണ്ട്. y of t1 is equal to 0. y ഇവിടെ 0 അല്ല, t ആണ്. y of t is equal to 0 means ഇതാണ് നമ്മുടെ y of t. അപ്പോൾ y of t is equal to 0 -16t square plus 384t is equal to 0. t കോമൺ ആണ് പുറത്തെടുത്തു. so t is equal to 0 കിട്ടും, t is equal to 24 കിട്ടും. കണ്ടോ? ഒരിക്കലും t 0 എടുക്കരുത്. t
ടിയുടെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 വരണം. അതുകൊണ്ട് നമ്മൾ ഈ വാല്യൂനെ ഒഴിവാക്കി കളയാണ്. സിൻസ് ടി ഈസ് ഈക്വൽ ടു 0 ഇസ് നോട്ട് പോസിബിൾ. കാരണം എന്താ, തിയറി പറയുന്നത് ടിയുടെ ടി1ന്റെ വാല്യൂ ഒരിക്കലും 0 ആവരുത്, 0 വലുത് വേണം, പോസിറ്റീവ് വേണം. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 എടുക്കാൻ പറ്റില്ല, ബാക്കി എന്തെങ്കിലും ടി ഈസ് ഈക്വൽ ടു 24. അപ്പോൾ ഇതാണ് നമ്മൾ T1 is equal to, ഇവിടെ T1 എന്ന് പറഞ്ഞാൽ 24 ആണ്. Then range is equal to, range എന്ന് പറഞ്ഞാൽ x max ആണ്. കണ്ടോ, range എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഈ x ആക്സിൽ വരാൻ പറ്റുന്ന മാക്സിമം ദൂരമാണ്. അതുകൊണ്ട് ഈ പാരാമെട്രിക് ഇക്വേഷനിലെ എക്സിന്റെ വാല്യൂയാണ് ഇട്ട് കൊടുക്കുന്നത്. സോ ഇതാണ് എക്സ് ഓഫ് ടി. എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട് 384√3 into t ആണ്. സോ എക്സ് ഓഫ് 24, ആ ടിക്ക് വരെ 24 കൊടുക്കുക. എക്സ് ഓഫ് 24 is equal to ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 15963 അപ്രോക്സിമേറ്റ് വാല്യൂ ആണത്. അങ്ങനെ കിട്ടും. ഇനി കണ്ടുപിടിക്കേണ്ടത് ഇമ്പാക്ട് സ്പീഡാണ്. ഇമ്പാക്ട് സ്പീഡ്, ഇമ്പാക്ട് സ്പീഡിനോട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ പ്രൊജക്ടൈൽ ഇങ്ങനെ വിട്ടു, ജാവലിനെ വിട്ടു, ഇവിടെ പോയിട്ട് പതിച്ചു, ഇവിടെ പോയിട്ട് അത് കുത്തി നിന്നു. ആ കുത്തി നിന്നപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു സ്പീഡ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇമ്പാക്ട് സ്പീഡ്. അപ്പോൾ ഇവിടെയാണ് നിന്നത്. ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ എത്ര ദൂരം സഞ്ചരിച്ചിലേക്ക് എത്തിയത്, 24 feet യാത്ര ചെയ്തിട്ടാണ് ഇത് ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ടേക്ക് എത്തിയത്. അല്ലോ വി ഹാവ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു നേരത്തെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മുടെ വെലോസിറ്റി വെക്ടർ. വെലോസിറ്റി വെക്ടർ, ആ വെലോസിറ്റി വെക്ടറിൽ ടി ഈസ് ഈക്വൽ 24 കൊടുക്കണം. ശ്രദ്ധിക്കണം, ഇമ്പാക്ട് സ്പീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിച്ചു, റേഞ്ച് കണ്ടുപിടിച്ചു. റേഞ്ചാണ് ഉപയോഗിക്കേണ്ടത്. മാക്സിമം ഹൈറ്റ് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിച്ചത്. പക്ഷെ ഇവിടെ നമുക്ക് ആവശ്യം റേഞ്ചാണ്, ഇവിടെ ചെന്ന് മുട്ടിയിട്ടുണ്ടായ സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ റേഞ്ചാണ് ഇവിടെ കൊടുക്കുന്നത്, ബി ഓഫ് 24, ദാറ്റ് ഇസ് 384√3i പ്ലസ് -32 into 24 പ്ലസ് 384 into j. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ദെൻ ഇതാണ് ബി ഓഫ് 24. നമുക്ക് ഇമ്പാക്ട് സ്പീഡ് ആയതുകൊണ്ട് സ്പീഡ് കണ്ടുപിടിക്കണം. വെലോസിറ്റി അതിന്റെ സ്പീഡ് കണ്ടുപിടിക്കുക, അതിന്റെ മോഡുലസ് എടുക്കുക, ദാറ്റ് ഇസ് റൂട്ട് ഓഫ് ഇതേ സ്ക്വയർ പ്ലസ് ഇതേ സ്ക്വയർ. ചെയ്യുമ്പോൾ 768 feet per second കിട്ടും. ഇതാണ് നമ്മുടെ ഇമ്പാക്ട് സ്പീഡ്.